നമസ്കാരം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും CPI നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് പ്രസിഡന്റിനെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗസ്ഥാനം കൂടിയാണ് ശ്രീനാദേവി രാജിവെച്ചത്. രാജിക്കത്ത് സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിൽ വഴിയാണ് നൽകിയിരിക്കുന്നത്. CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വാർത്തകളിൽ നിറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്നും CPI അംഗമായാണ് അവർ വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ഒരു രാജി എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ CPI ജില്ലാ സമ്മേളനത്തിൽ ശ്രീനാദേവിയെ സമ്മേളന പ്രതിനിധിയാക്കാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തന്റെ പേരും ഉൾപ്പെടുത്തി ഒരു ചാനൽ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് കാട്ടി ശ്രീനാദേവിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ആ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പരോക്ഷമായി പിന്തുണച്ചു എന്ന ആരോപണമുയർന്നു. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് ഈ ഒരു പോസ്റ്റിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയത്. പാർട്ടി ഭാരവാഹിയായിരിക്കെ കോൺഗ്രസിന്റെ നിഴൽ സംഘടന അടൂരിൽ നടത്തിയ സാഹിത്യോത്സവത്തിൽ ശ്രീനാദേവി സംഘടനാ സമിതി അംഗമായതും പാർട്ടിക്കിടയിൽ ചർച്ചയായിരുന്നു. ഈ സാഹചര്യത്തിൽ ശ്രീനാദേവി കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചർച്ച സജീവമാണ്. CPI വിട്ടെന്നും പാർട്ടിയുടെയും AIYF-ന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് രാജിക്ക് കാരണം. ഒട്ടനവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഏറെക്കാലമായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അവർ. നേരത്തെ രാഹുൽ മാങ്കുട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട ശ്രീനാദേവി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടപ്പോൾ ഈ വിഷയത്തിൽ ഇവരെ തള്ളുന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. ശ്രീനാദേവിക്ക് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നും അവർ പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലെന്നും CPI സംസ്ഥാന കൌൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ ശ്രീനാദേവി പിന്തുണയ്ക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും തന്നെ ഇരയാക്കാൻ ഒരു ചാനൽ ശ്രമിച്ചുവെന്നുമാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ വിഷയത്തിൽ സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇരകളെ മാത്രമല്ല, ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെയും ക്രൈംബ്രാഞ്ചും കണ്ടെത്തണമെന്നാണ് ഈ ഒരു കുറിപ്പിൽ പറഞ്ഞത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. പ്രിയ സഖാക്കളെ, പള്ളിക്കലിലെ പ്രിയപ്പെട്ടവരെ, 2020 ഡിസംബർ മാസം 16-നാണ് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പത്തനംതിട്ട ജില്ലയിലെ നാളിതുവരെയുള്ള ചരിത്രത്തിലെയും തന്നെ വലിയ ഭൂരിപക്ഷമായ 5861 എന്ന മാജിക്കൽ നമ്പറിലൂടെ നിങ്ങൾ എല്ലാവരും തന്നെ പള്ളിക്കലിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുത്തത്. നാളിതുവരെയും ആ സ്നേഹത്തോടും കടപ്പാടും ഉത്തരവാദിത്തത്തോടും കൂടി ഞാൻ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ അന്നു മുതൽ എന്റെ പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വാക്കുകളും പ്രവൃത്തികളും എന്നെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് പിന്തിരിയാൻ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതുവരെയും എന്നെ മുന്നോട്ട് നയിച്ചതും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തുടർന്നതും പള്ളിക്കലിലെ ജനത നൽകിയ സ്നേഹത്തിന്റെ ചൂട് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് 5 വർഷം പൂർത്തിയാകാൻ ഒരു മാസം മാത്രം അവശേഷിക്കെ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകി. നിലവിൽ AIYF-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഞാൻ ആ സ്ഥാനവും കൂടി രാജിവെക്കുകയാണ്. രാജിക്കത്ത് സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിലായി നൽകിയിട്ടുണ്ട്. സമത്വബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണമെന്ന ഉദ്ദേശമുള്ളതുകൊണ്ട് തന്നെ വനിത എന്ന പരിഗണന പോലും ഉണ്ടായില്ല. വനിത എന്ന പരിഗണന പോലും ഉണ്ടായില്ല എന്ന വാക്ക് മാറ്റിവെക്കുന്നു. മാനുഷിക പരിഗണനയിലൂന്നിയ സംരക്ഷണം നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നതുപോലും മറന്നുകൊണ്ടുള്ള CPI നേതൃത്വത്തിന്റെ നിരുത്തരവാദപരമായ സമീപനം അപമാനവും അവഗണനയുമാണ് നാളിതുവരെ എനിക്കുണ്ടാക്കിയത്. രാഷ്ട്രീയ നിലപാടുകളിൽ ആദർശധീരർ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അഭിമാനബോധത്തോടെ തല ഉയർത്തി കണ്ണുകളിൽ ഈറനണിയുന്ന പ്രിയ സഖാക്കളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ നേതൃത്വത്തോടുള്ള പ്രതിഷേധം ഹൃദയരക്തം കൊണ്ട് രേഖപ്പെടുത്തട്ടെ. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളുടെ അഴിമതി ഞാൻ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ച ശരിയെന്ന് കണ്ട് പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചതാണ്. പക്ഷേ അതിനുശേഷം എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചപ്പോഴും AIYF-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 2025 ജനുവരി 31-ന് രാത്രി 11 മണിക്ക് ഒരു സംഘടനാപരമായ കാരണങ്ങളുമില്ലാതെ പുറത്താക്കിയപ്പോഴും
തിരികെ വീണ്ടും 2 മാസത്തിനുള്ളിൽ തൽസ്ഥാനത്ത് തിരിച്ചടിക്കേണ്ടി വന്നപ്പോഴും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും പൊതുപരിപാടികളിൽ അനൌദ്യോഗികമായി വിലക്കേർപ്പെടുത്തുകയും ചെയ്തപ്പോഴും അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായപ്പോഴും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ജനങ്ങളോടുള്ള വിധേയത്വം കൊണ്ടും ഞാൻ പാർട്ടിയിൽ തുടർന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നതുവരെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസുകളിലും പ്രതിയാകാതിരുന്ന എന്നെ പിന്നീട് അങ്ങോട്ട് അപസർപ്പക കഥകൾ പോലെ ഭാവനാത്മകമായി എഴുതിയ എഫ്ഐആർ കഥകളിൽ കുരുക്കി ക്രിമിനലാക്കി ചിത്രീകരിച്ചപ്പോഴും ഒരു മനുഷ്യായുസ്സിൽ സ്വന്തമായി ഉണ്ടാകുമെന്ന് കരുതാത്തത്ര മാനസിക ബലത്താൽ ഞാൻ മുന്നോട്ട് നയിക്കപ്പെട്ടു. ആത്മഹത്യാ പ്രേരകമായ വ്യക്തിഹത്യകൾ ഉണ്ടായപ്പോഴും അഴിമതിക്കറ പുരണ്ട നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞു വിലക്കെടുത്ത ചില ഓൺലൈൻ മാധ്യമ അഴുക്കുകൾ എന്റെ ജീവിതത്തിന് നേരെ സ്വഭാവ ഹത്യയുടെ വൈകൃത നൃത്തമാടിയപ്പോഴും അർഹിക്കുന്ന അവജ്ഞയോടെ നീതിന്യായ വ്യവസ്ഥയുടെ മേൽ ഞാൻ സൂക്ഷിക്കുന്ന നിസ്സീമമായ വിശ്വാസം നടത്തിയ ആത്മധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ ഏതൊരു സഖാവിനും പാർട്ടി പ്രവർത്തകനും സഹിക്കാവുന്നതിനും എത്രയോ അധികമാണ് പാർട്ടി അംഗത്വം നിഷേധിക്കുക എന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗവും AIYFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായ എനിക്ക് പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടുവെന്ന ഹീനമായ അനീതിക്കെതിരെ കഴിഞ്ഞ 2 മാസക്കാലമായി പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടത് തിരികെ ലഭിക്കാനായി ഞാൻ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും കൺട്രോൾ കമ്മീഷന് മുൻപാകെ പരാതി നൽകി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി നിരവധി പരാതികൾ രേഖാമൂലം നൽകിയിട്ടും യാതൊരുവിധ സംരക്ഷണവും നൽകാൻ നേതൃത്വം തയ്യാറാകാത്തതിനാലാണ് ഈ തീരുമാനമെന്ന് ഞാൻ എടുക്കുന്നത്. ഒരു വനിതയുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ അകത്തളങ്ങളിൽ നിശബ്ദമാക്കാനാണ് നേതൃത്വം തീരുമാനിച്ചത്. സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാനും അധികാരത്തിന്റെയും കപട ആദർശത്തിന്റെയും ചൂതാട്ടത്തിൽ അഭിരമിക്കുവാനും വെമ്പൽ കൊള്ളുകയാണ് നേതൃനിര. പദവികൾക്ക് അലങ്കാരമായ സഖാവ് CK ചന്ദ്രപ്പൻ ഉൾപ്പെടെയുള്ളവരെ വിസ്തൃതിയിലാഴ്ത്തി പദവികൾ അലങ്കാരമാണ് എന്ന ബോധത്തോടെ അവ കൊണ്ടു നടക്കുന്ന നേതൃത്വ നിരയുടെ നിശബ്ദതയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. എന്നെ ബഹുഭൂരിപക്ഷത്തോടെ സ്വീകരിച്ച പള്ളിക്കലെ ജനതയുടെ മുന്നിൽ പാർട്ടിക്ക് വേണ്ടി അക്ഷരം പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രിയ സഖാക്കളുടെ മുന്നിൽ ഈ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നുവെന്നായിരുന്നു അവരുടെ കുറിപ്പ്. നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും പരാതിക്കാരിയെ കിട്ടാത്ത സാഹചര്യമായിരുന്നു. ഇതോടെ രാഹുലിനെ തൊടാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണമുന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകുവാൻ തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടിയായിരുന്നു പിന്നീട് അന്വേഷണ സംഘം നടന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. പരാതി വാങ്ങിയെടുക്കുവാൻ 3 വട്ടമാണ് IPS ഉദ്യോഗസ്ഥ ശ്രമിച്ചത്. എന്നിട്ടും ഇത് നടന്നിരുന്നില്ല. ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിക്കും DGPക്കും പോലീസിനും ലഭിച്ച 10 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടുവെന്നും ചിലരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നുമായിരുന്നു FIR. മാധ്യമങ്ങളിൽ വന്ന വാർത്തകളല്ലാതെ അതിനപ്പുറം ഒരു തെളിവുകളും നൽകുവാൻ ഒരു പരാതിക്കാർക്കും ആയിട്ടില്ല. വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളും ഉണ്ടായിരുന്നു രാഹുലിന് നേരെ. ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തപ്പോൾ തന്നെ BJPയിലടക്കം പ്രതിഷേധം ആളിക്കത്തിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടാനിറങ്ങിയ ഇടതുമുന്നണിക്കും CPMനും തുടർച്ചയായി തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നതും. പാലക്കാട് മണ്ഡലത്തിൽ അടിമുടി സജീവമായ രാഹുലിനെ മണ്ഡലത്തിലെ ജനങ്ങളും സ്വീകരിച്ചു തുടങ്ങി. സാമുദായിക സംഘടനകളടക്കം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ കളം മാറുന്ന തിരിച്ചറിവിലാണ് CPM.